നല്ല ചോറും മീനും കഴിക്കണമെങ്കിൽ ഇതാ ഇവിടെ വരണം. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. നേരെ പ്ലേറ്റ് ഒക്കെ എടുത്തു. സെൽഫ് സർവീസ് ആട്ടോ, അവനവന് വേണ്ട അവനവൻ എടുക്കുക. ഇതാണ് നമ്മുടെ ശശിയേട്ടൻ, ആള് പുതിയാണ്. അങ്ങനെ ശശിയേട്ടൻ കുറച്ച് ചോറും അതിന്റെ കൂടെ നല്ല മീനുകളും, ബീഫിന്റെ ബോട്ടിയും ബീഫ് ഫ്രൈയും, അതുപോലെ ആടും ആടിന്റെ ബോട്ടി, എല്ലാ സാധനവും ഇവിടെ ഉണ്ട്. എന്തായാലും ആയില്ലേന്ന് പറഞ്ഞു. ശശിയേട്ടൻ അങ്ങോട്ട് തരും പറഞ്ഞു. ഒരു പ്ലേറ്റ് എടുത്തു, അതിൽ കുറച്ച് ചോറും കാര്യങ്ങളൊക്കെ ഇട്ടു. അതിന്റെ കൂടെ ചെമ്മീനും വാങ്ങിച്ചു, ഒരു സിലോപ്പിയും വാങ്ങിച്ചു, അതിന്റെ കൂടെ തന്നെ ഒരു മാന്തളം മേടിച്ചു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനമാണ്. നമ്മുടെ ജയരിന്റെ കൂടെ നല്ല മീൻകറി മിക്സ് ചെയ്തിട്ട് കഴിച്ചാണ്ടല്ലോ, അതുപോലെ തന്നെ ഈ ചെമ്മീൻ, അതൊരു സംഭവം തന്നെ, അടിപൊളി തന്നെ പറയാം. അങ്ങനെ ഞങ്ങൾ വയറ് നിറച്ച് ഇങ്ങോട്ട് തമർത്തി ഇങ്ങോട്ട് കഴിക്കുകയാണ്. ഒരു മോശം പറയാനില്ല. ചെമ്മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് പറഞ്ഞിട്ട് പീസ് മീനുകളും കാര്യങ്ങളും മോശം എന്നല്ല പറഞ്ഞു, നന്നായിട്ടെന്ന് തന്നെ പറയാം. എന്തായാലും കൊടുക്കണ പൈസക്ക് വർത്തിന്റെ വർത്ത് തന്നെയാണ്. ശശിയേട്ടന്റെ കടയിൽ വന്നു. അങ്ങനെ ഞങ്ങൾ ചെമ്മീനും മറ്റുള്ള സാധനങ്ങളൊക്കെ പ്ലേറ്റ് കൊണ്ട് കാര്യാക്കി വെച്ചു. അങ്ങനെ കഴിച്ച് നേരെ ശശിയേട്ടന്റെ മുമ്പ് പോയി. ശശിയേട്ടൻ കുറച്ച് തമാശയൊക്കെ പറഞ്ഞിട്ട് എത്രയാ ശശിയേട്ടാന്ന് ചോദിച്ചു. അതാണ് ബിറ്റ്. 500 റുപ്യ കൊടുത്താലും തിരിച്ച് 200 റുപ്യ തരും. ചോറിന് വെറും 30 റുപ്യ ഉള്ളൂ. കണ്ട, അരിയൊക്കെ ലോഡ് കണക്കിന് ഇറക്കണം. എങ്ങനെയുണ്ട്? പിന്നെ ഒരു ചെമ്മീന്, പിന്നെ ഒരു സാധനം കൂടി ഉണ്ടല്ലോ, മാന്തള്. ഈ 4 മീനും 2 ചോറും 500 കൊടുത്തിട്ട് എവിടെ 20 ഇതാ 200 രൂപ ഇനിയും ബാലൻസ്. അപ്പൊ സ്പോട്ട് അറിയണ്ടേ? നമ്മുടെ പാലക്കാട് കടക്കാവുന്ന നേരെ ജനകീയ ഹോട്ടൽ പറഞ്ഞാൽ എല്ലാവർക്കും അറിയും.